ഞാൻ ചോദിക്കുക മാത്രമേ ചെയ്തോളൂ. അപ്പോഴേ അവർ പറഞ്ഞു സാലറി മോഡൽ ഡ്യൂറിങ് ക്രൈസിസ് 60% ആയിട്ട് കട്ട് ചെയ്യുക. എ പ്ലേയേഴ്സ് 40 to 50% ആക്കുക. 15 ദിവസം വർക്ക് ചെയ്താൽ മതി, അത്രയും ദിവസത്തെ ശമ്പളം. ബി പ്ലേയേഴ്സ് സി പ്ലേയേഴ്സിനെ തൽക്കാലത്തേക്ക് മാറ്റി നിർത്തുക. 15 ദിവസം വർക്ക് ചെയ്താൽ മതി, അത്രയും ദിവസത്തെ ശമ്പളം. യു ഹാവ് ടു റീസ്ട്രക്ചർ സാലറി മോഡൽ ഡ്യൂറിങ് ക്രൈസിസ്. ലെറ്റ്സ് സേ നിങ്ങൾക്ക് 10 ലക്ഷം രൂപയാണ് നിങ്ങളുടെ ഫിക്സഡ് എക്സ്പെൻസ് ഇപ്പോൾ. ഓക്കെ, നിങ്ങൾ 3 മാസത്തെ റിസർവ് ഫണ്ട് നിങ്ങളുടെ കയ്യിലുണ്ട്, അതായത് 30 ലക്ഷം രൂപ നിങ്ങളുടെ കയ്യിലുണ്ട്. ഇത് ഈ 10 ലക്ഷം രൂപയാണ് മന്ത്ലി എക്സ്പെൻസ്. ഇപ്പൊ നമ്മൾ ചെയ്യുന്നത് ഈ എക്സ്പെൻസ് നമ്മൾ കട്ട് ചെയ്യുക. 2 ഇന്റർനെറ്റ് കണക്ഷൻ ഉണ്ട്, അതിലൊന്ന് കട്ട് ചെയ്യുന്നു, നമുക്കൊന്ന് മതി. നമ്മുടെ ഈ പറഞ്ഞ സാലറി നമ്മൾ കട്ട് ചെയ്യുന്നു. 2 നമ്മൾ മുമ്പേ പറഞ്ഞു റെന്റ്, ലാൻഡ് ലോഡിന്റെ അടുത്ത് ചെന്നിട്ട് നമ്മൾ ഇത്ര വർഷമായിട്ട് നിങ്ങളുടെ ഇവിടെ നമ്മുടെ കമ്പനി കട പ്രവർത്തിച്ചുകൊണ്ടിരിക്കും, ഇപ്പൊ ദാണ്ടെ വെള്ളം പൊങ്ങി, യുദ്ധം നടക്കുന്നു, എനിക്ക് ഈ 2 മാസത്തേക്ക് എനിക്കൊന്ന് റെന്റ് ഒന്ന് കുറച്ച് തരണം. അപ്പൊ ചിലർ സമ്മതിക്കും, മിക്കവരും നല്ല മനുഷ്യരാണ്, അവർ സമ്മതിക്കും. നിങ്ങൾ ചോദിച്ചാൽ മതി. അനുഭവസ്ഥന പറയുന്നത്. ഞാൻ സംസാരിച്ചപ്പോൾ എനിക്ക് കുറച്ച് തന്നതിനെ കുറിച്ചാണ് ഞാൻ പറയുന്നത്. ഞാൻ ചോദിക്കുക മാത്രമേ ചെയ്തോളൂ. അപ്പോഴേ അവർ പറഞ്ഞു ഇറ്റ്സ് ഓക്കെ അനിൽ, വി ക്യാൻ അണ്ടർസ്റ്റാൻഡ്, വി ആർ വിത്ത് യു, വി ആർ വിത്ത് യു എന്നാ പറഞ്ഞത്. നിങ്ങൾ ചോദിച്ചാൽ നടക്കും. അങ്ങനെ പലയിടത്തും നമ്മൾ ഈ 5 ലക്ഷം രൂപ 10 ലക്ഷം രൂപ എന്നുള്ള എക്സ്പെൻസ് 5 ലക്ഷം രൂപയായിട്ട് കുറച്ചു എന്നിരിക്കട്ടെ. നമ്മുടെ എക്സ്പെൻസ് സാലറി പാർട്ടും കട്ട് ചെയ്തു, നമ്മുടെ അനാവശ്യമായിട്ടുള്ള ചെലവുകൾ കട്ട് ചെയ്തു. നമ്മൾ ചിലർക്ക് ഹൈബ്രിഡ് ആയിട്ട് ഓഫീസിലിരുന്ന് വർക്ക് ചെയ്യേണ്ട, നിങ്ങൾ വീട്ടിൽ തന്നെ ഇരുന്ന് വർക്ക് ചെയ്തു എന്ന് പറഞ്ഞു. ഇനി വേറൊരു ഓപ്ഷൻ ഉണ്ട് ഇവിടെ, ശ്രദ്ധിച്ചിട്ട് നമ്മൾ പറയാണ്, ഈ ബി പ്ലേയേഴ്സിന്റെ അടുത്ത് പറയാണ്, ഓക്കെ നിങ്ങൾക്കറിയാലോ ഇപ്പൊ സൈറ്റിൽ വർക്ക് കുറവാണ്, വർക്ക് ഇല്ല, നിങ്ങൾ ഒരു കാര്യം ചെയ്യും, ഓൾട്ടർനേറ്റ് ഡേയ്സിൽ തിങ്കളാഴ്ച നീ വരിക, ചൊവ്വാഴ്ച നീ വരണ്ട, നീ വന്നാൽ മതി, ബുധനാഴ്ച നീ പോരെ, വ്യാഴാഴ്ച നീ വരണം. അപ്പൊ എന്തായി, 15 ദിവസത്തെ ഓൾട്ടർനേറ്റ് വർക്ക്. 30 ഇവിടെ ഉണ്ട്, സാലറി ഉണ്ട്, എല്ലാം ഉണ്ട്, പക്ഷേ 15 ദിവസം വർക്ക് ചെയ്താൽ മതി, 15 ദിവസത്തെ ശമ്പളമേ തരത്തുള്ളൂ. 2 മാസത്തേക്ക് അല്ല, ഈ ഒരു മാസത്തേക്ക് 15 ദിവസം വർക്ക് ചെയ്താൽ മതി, അത്രയും ദിവസത്തെ ശമ്പളം തരാം. അവരൊക്കെ ആവുന്നേ, അവർക്കറിയാവുന്ന ഇതൊക്കെ. നിങ്ങൾ ചോദിക്കേണ്ട രീതിയിൽ ചോദിക്കുകയും പറയേണ്ട രീതിയിൽ പറയുകയും ചെയ്താൽ അവർ കൺസെന്റ് തരുമെന്ന്, അവർ തയ്യാറാവുമെന്നേ. 15 ദിവസം വർക്കിംഗ്, 15 ദിവസം ഓഫ്. ആ ഓഫ് ദിവസം മറ്റേ ടീം വർക്ക് ചെയ്യും. ഇതൊക്കെ ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്ന പിള്ളേരുണ്ടെന്നേ. 1-2 രൂപയുടെ ബിസിനസ് അല്ല, മില്യൺസിന്റെ ബിസിനസ് ചെയ്യുന്ന 10ഉം 200ഉം സ്റ്റാഫ് ഉള്ളവർ ചെയ്യുന്ന കാര്യത്തെ കുറിച്ചാണ് പറഞ്ഞത്. 15 ദിവസം ഓഫ്, 15 ദിവസം വർക്കിംഗ്. അങ്ങനെ ഇത് കുറയുമ്പോൾ ഉള്ള ഗുണം, ഇത് 5 ലക്ഷം രൂപയായിട്ട് കുറഞ്ഞു എന്നിരുന്നോട്ടെ, 30 ലക്ഷം രൂപ കയ്യിലുണ്ട്. 30 ലക്ഷം ഡിവൈഡഡ് ബൈ 5 എന്തായി, 6 മാസത്തേക്കുള്ള റൺവേ റിസർവ് ഫണ്ടായിട്ട് മാറി ഈ 30 ലക്ഷം രൂപ. എക്സ്പെൻസ് കട്ട് ചെയ്തില്ലായിരുന്നെങ്കിൽ 3 മാസത്തതേ ഉള്ളൂ. ഇപ്പൊ എക്സ്പെൻസ് നമ്മൾ പകുതിയായി കുറച്ചത് കൊണ്ട് എന്തുണ്ടായി, 6 മാസത്തെ റിസർവ് ഫണ്ട് ഉണ്ടായി. ഇപ്പൊ എന്തായി, കൂടുതൽ പവർഫുൾ ആയി. സോ യു ഹാവ് ടു റീസ്ട്രക്ചർ സാലറി മോഡൽ ഡ്യൂറിങ് ക്രൈസിസ്. ചെയ്തേ പറ്റൂ. എ പ്ലേയേഴ്സിന് റെഡ്യൂസ് ഇറ്റ് ടു 50 to 70%. അവർക്ക് അത് കൃത്യം കൊടുക്കണം. കാരണം അത് ആ കമ്മിറ്റഡ് ഡേറ്റിൽ തന്നെ എ പ്ലേയേഴ്സിന് കൊടുക്കണം. അപ്പോഴേ അവർക്ക് നമ്മളോട് ലോയൽറ്റി ഉണ്ടാവത്തുള്ളൂ. അവരെ മോട്ടിവേറ്റഡ് ആയിട്ട് നിർത്തണം, അവരെ നമ്മുടെ കൂടെ അലൈൻഡ് ആയിട്ട് നിർത്തണം. ബി പ്ലേയേഴ്സിന് 40 to 50% ആയിട്ട് കുറയ്ക്കണം. എന്നിട്ട് മൾട്ടിപ്പിൾ റോളിലേക്ക്, ഇന്ന് വരെ അവൻ ചെയ്തുകൊണ്ടിരുന്നത് കടയിൽ കണക്ക് മാത്രമായിരുന്നു നോക്കുന്നത്, ഇന്ന് തൊട്ട് നമ്മൾ കളക്ഷൻസും കൂടെ ഏൽപ്പിക്കുകയാണ്. ഇന്ന് തൊട്ട് നമ്മൾ സ്റ്റോറിന്റെ ചുമതലയും കൂടെ ഏൽപ്പിക്കുകയാണ്. ഇന്ന് തൊട്ട് മൾട്ടിപ്പിൾ ഡേറ്റ എൻട്രിയും കൂടെ ഏൽപ്പിക്കുകയാണ്. സി ടൈപ്പ് ചെയ്തുകൊണ്ടിരുന്ന പല ജോലിയും ബി ടൈപ്പിനെ ഏൽപ്പിക്കുകയാണ്. മൾട്ടിപ്പിൾ റോൾസിലേക്ക് ബി ടൈപ്പിനെ കൊണ്ടുപോകാം. സി ടൈപ്പിന് മസ്റ്റ് ആയിട്ട് ലോങ് ലീവ് കൊടുക്കുക, അല്ലെങ്കിൽ ടെമ്പററി എക്സിറ്റ് അടിച്ചേക്കുക. സി ടൈപ്പ് നമുക്ക് ബേർഡനാണ്, നമുക്ക് ബാധ്യതയാണ്, അവരെ ഈ സമയത്ത് ഒഴിവാക്കണം. ഒരു കാര്യം ഉറപ്പിച്ചു, നിങ്ങൾ ഉൾപ്പെടെ ഒരാൾക്കും ഫുൾ പെയ്ഡ് സാലറി ഉണ്ടാവാൻ പാടില്ല അൺലെസ് ദേ ബ്രിങ് ഇൻ മണി. കാശ് കൊണ്ടുവരികയാണെങ്കിൽ ഫുൾ സാലറി. ക്യാഷ് കളക്ട് ചെയ്ത്, സെയിൽസ് അല്ല ഈ സമയത്ത്, ബില്ലിംഗ് അല്ല വേണ്ടത്. ക്രൈസിസ് സമയത്ത് ഏറ്റവും വലിയ ഗുണം എന്താ, കാശ് വെയ് സാധനം തരാം. ഇങ്ങനെ പറയാൻ പറ്റുന്ന ഏറ്റവും നല്ല സമയമാണ് ക്രൈസിസ്. കാരണം എന്താ, സാധനം ഇല്ല, സ്റ്റോക്ക് ഇല്ല. ഇന്നലെ ഒരാൾ പറഞ്ഞ പോലെ, കടയിൽ ആകെ പ്രതീക്ഷ പറഞ്ഞ് ആകെ 100 പീസേ ഉള്ളൂ, 100 പീസ് മേടിക്കാൻ 200 പേര് ക്യൂ നിൽക്കുക. അവിടെ ബിസിനസ്സുകാരൻ എന്ത് ചെയ്യുന്നു, 2 എണ്ണം എടുത്താൽ 3 എണ്ണം ഫ്രീ എന്ന ഡിസ്കൗണ്ട് കൊടുക്കേണ്ട ആവശ്യമുണ്ടോ?
ഇല്ല. കാശ് വെച്ചിട്ട് വേണേ മേടിച്ചുകൊണ്ട് കൂടെ നമ്മൾ ചോദിക്കുന്നതാ പൈസ. അങ്ങനെ കാശ് കളക്ട് ചെയ്ത് കൊണ്ടുവരുന്നവർക്ക് മാത്രം ഫുൾ സാലറി. ക്യാഷ് കളക്ഷൻ അഗൻസ്റ്റ് സാലറി ആക്കുക. ബാക്കി ബേസ് 60% ആയിട്ട് കട്ട് ചെയ്യുക. എ പ്ലേയേഴ്സ് 40-50% ആക്കുക. ബി പ്ലേയേഴ്സ്, സി പ്ലേയേഴ്സിനെ തൽക്കാലത്തേക്ക് മാറ്റി നിർത്തുക. ഇത് ചെയ്തേ പറ്റൂ. എല്ലാ ക്യാഷ് കളക്ഷനും 2-5% ഇൻസെന്റീവ് കൊടുത്തേക്കുക. കിട്ടാനുള്ളവരുടെ കാശിന്റെ ലിസ്റ്റ് എടുത്തിട്ട് ടീമിന്റെ കൈ കൊടുത്തിട്ട് ആരാണോ ഇത് മേടിച്ചോണ്ട് വരുന്നത് അവർക്ക് ഇതിന്റെ 2% കമ്മീഷൻ അല്ലെ 5% ഇൻസെന്റീവ് പോയി മേടിച്ചോണ്ട് അവൻ പോയി കുത്തിയിരുന്ന് മേടിച്ചോണ്ട് വരുമെന്നേ. സോ ഒന്ന് സാലറി നെഗോഷിയേറ്റ് ചെയ്യണം, 2 ഓഫീസ് റെന്റ് റീനെഗോഷിയേറ്റ് ചെയ്യണം. അല്ലെങ്കിൽ നമ്മൾ വലിയ ഓഫീസ് ആണെങ്കിൽ, വലിയ ഷോറൂം ആണെങ്കിൽ ചെറിയ സ്പേസിലേക്ക് മാറേണ്ട സമയമാണിത്. അല്ലെ ഷെയർഡ് ആയിട്ടുള്ള ഒരു ഓഫീസിലേക്ക് മാറണം, അല്ലെങ്കിൽ നമ്മളൊരു റിമോട്ട് ആയിട്ടുള്ള ഒരു ഹൈബ്രിഡ് ആയിട്ടുള്ള രീതിയിലേക്ക് മാറണം. അതുപോലെ നിങ്ങളുടെ വെൻഡേഴ്സിന്റെ അടുത്ത് ചെന്നിരുന്ന് സംസാരിക്കണം. അവിടെ നിങ്ങൾ പേയ്മെന്റ് സ്ട്രക്ചർ മാറ്റാനായിട്ട് ആവശ്യപ്പെടണം. കാരണം ഞങ്ങളെപ്പോലുള്ള ആളുകൾ ഇത്രയും നാളായിട്ട് നിങ്ങളുടെ കൂടെ നിൽക്കുകയാണ്. നിങ്ങൾ ഞങ്ങളെ സപ്പോർട്ട് ചെയ്യേണ്ട സമയമാണ്. തന്നേ പറ്റൂ എന്ന രീതിയിലേക്ക് മാറ്റണം.